ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് മുരിങ്ങയില ചേർത്തൊരു പരിപ്പ് കറിയാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ചെറുപരിപ്പ് ഞാനൊരു 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കഴുകി വൃത്തിയാക്കി കുറച്ച് കുതിരാൻ വയ്ക്കാം. അടുത്തതായി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഞാനിപ്പോൾ ഇതിൽ കടുക് ചേർക്കുന്നില്ല, അതിന് പകരം ജീരകമാണ് ചേർക്കുന്നത്. ജീരകം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും വറ്റൽമുളക് ഒരു 3-4 എണ്ണം അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നല്ല മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ കറിയിൽ ഞാൻ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. തേങ്ങയില്ലാത്തൊരു കറിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള, ഒരു വലിയ സവാളയാണ് ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. സവാളയെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളി ഇരുന്നാൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. അതും നല്ല ടേസ്റ്റായിട്ട് വരുന്നതാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതാണ്. വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി മാത്രമേ എടുക്കാവൂ. അത്രയ്ക്ക് പുളിപ്പൊന്നും ഈ കറിക്ക് ആവശ്യമില്ല. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ കുതിരാൻ വെച്ച പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് പരിപ്പെല്ലാം ഒന്ന് വേവാൻ വയ്ക്കാം. പരിപ്പെല്ലാം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മറ്റൊരു പൊടി നമ്മളിതിലിപ്പോൾ ചേർക്കുന്നില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന വറ്റൽമുളകിൻ്റെ ആ എരിവ് മാത്രമാണ് ഈ കറിക്കുള്ളത്. പരിപ്പില നല്ല വെന്ത ശേഷം മാത്രമേ മുരിങ്ങയില ഇട്ട് കൊടുക്കാവൂ. ഞാനിപ്പോൾ 2 പിടി മുരിങ്ങയില കഴുകി വൃത്തിയാക്കി എടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും നമുക്ക് മുരിങ്ങയില ഒന്ന് വേവാൻ വേണ്ടി വെച്ചേക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി തിളപ്പിക്കാൻ വയ്ക്കാം. കറി ഒന്ന് തിളച്ചാലുടൻ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. തീ അണച്ച ശേഷം ഞാൻ ഒരു ചെറിയ സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇട്ടാൽ പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.